So screen share ചെയ്തിട്ടില്ല. എല്ലാവർക്കും സ്ക്രീൻ കാണാമല്ലോ അല്ലേ? So that question for an NPN transistor VB is 0.7 volt. Given saturation current of junction is 10 raised to minus 30 ampere at a room temperature. Room temperature. That means at 300 degree Kelvin. Okay. Then find the emitter current. Okay, you have to find the emitter current. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും തന്നിട്ടില്ല, സപ്ലൈ വോൾട്ടേജുകളൊന്നും തന്നിട്ടില്ല. പക്ഷെ എമിറ്റർ കറണ്ട് കാണാനാണ് ഇതിലൂടെ പോകുന്ന കറണ്ട് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതിന് ഓപ്ഷൻ തന്നിട്ടുണ്ട് 30 മില്ലി ആംപിയർ, ബി 39 മില്ലി ആംപിയർ, സി 49 മില്ലി ആംപിയർ. ഇൻഡിറ്റർമിനേറ്റ് കാണാൻ സാധിക്കില്ല. ഈ പറഞ്ഞ വാല്യൂസിൽ നിന്നൊന്നും ഈ വാല്യൂ കാണാൻ പറ്റില്ല, അതായത് എമിറ്റർ കറണ്ട് കാണാൻ പറ്റില്ല എന്നാണ് ഓപ്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇവിടെ സപ്ലൈ വോൾട്ടേജ് തന്നിട്ടില്ല, ഇവിടെ വി സി സപ്ലൈ വോൾട്ടേജ് തന്നിട്ടില്ല. ഇവിടെ തന്നിരിക്കുന്ന കളക്ടറും ബേസും ഇവിടെ കൂടി ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. ദെൻ എമിറ്റർ ഗ്രൗണ്ടിലേക്ക് ഫ്ലോ ചെയ്യുകയാണ്. സപ്ലൈ വോൾട്ടേജ് പോലും തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എമിറ്ററിലൂടെ പോകുന്ന കറണ്ട് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ റിവേഴ്സ് ഗിവൺ സാച്ചുറേഷൻ കറണ്ട് ഓഫ് ദ ജംഗ്ഷൻ 10 raised to minus 13 ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ പറ്റും, ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ എമിറ്ററിലൂടെ പോകുന്ന കറണ്ട് ആർക്കെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്നൊന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? ഇതൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി. കാര്യം ഈവൻ ട്രാൻസിസ്റ്ററിൻ്റെ പ്രോബ്ലം ആണെങ്കിലും ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി, അതുകൊണ്ടാണ്. ഓക്കെ, എന്താണ് ഇതിൻ്റെ ക്ലൂ എന്ന് പറയുന്നത്? ഇവിടെ ജസ്റ്റ് ഞാൻ നോട്ടായിട്ട് എഴുതാം. ഇവിടെ കളക്ടറും ബേസും ഷോർട്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? സോ here collector and base
terminals are shorted. Okay, കളക്ടറും ബേസ് ടെർമിനൽ ഷോർട്ട് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊരു എൻ ട്രാൻസിസ്റ്റർ ആണ്. സോ ദർ ഇസ് നോ ജംഗ്ഷൻ. ആ ജംഗ്ഷൻ നിങ്ങൾക്ക് ആ ജംഗ്ഷൻ ബൈപ്പാസ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ജംഗ്ഷൻ CB ഈസ് ബൈപ്പാസ് ചെയ്തിരിക്കുക. അവിടെ ഒരു ജംഗ്ഷനേ ഇല്ല. സോ എന്താണ് ദിസ് BJT bipolar junction transistor is act as a diode. Simply emitter base junction ഉള്ള ഡയോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? കാരണം ഇവിടെ കളക്ടർ ബേസും ഷോർട്ട് അത് ഒരു ബൈപ്പാസ് ചെയ്തിരിക്കുകയാണ്. ബൈപ്പാസ് ചെയ്തിരിക്കുക ഒരു കണ്ടക്ടിംഗ് ലൈൻ ജസ്റ്റ് വലിച്ചിരിക്കുക. അപ്പോൾ അതിലൂടെ ഒരിക്കലും കളക്ടർ ബേസ് ജംഗ്ഷനിലൂടെ ഒരിക്കലും കറണ്ട് ഫ്ലോ ചെയ്യില്ല. കാരണം അവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്, അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉള്ള കാരണം, ഒരു PN ജംഗ്ഷൻ ഉള്ള കാരണം അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് മൂലം ഇവിടെ ഒരു ഷോർട്ടസ്റ്റ് പാത്ത് ഉണ്ട്. സോ യു ക്യാൻ ഓൺലി കൺസിഡർ ദിസ് ഡയോഡ്. ഈ ഡയോഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ പിയും ഇവിടെ ഇന്നും ഉള്ള ഇത് ഇവിടെ ബേസ് ആണ്, ഇവിടെ എമിറ്റർ ആണ്. ആ ഒരു ജംഗ്ഷൻ മാത്രം ഇത് ചെയ്താൽ മതി. ആൻഡ് ദാറ്റ് ഈസ് കറണ്ടിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ഓൾസോ ദ ഡയോഡ് ഈസ് ഇൻ റിവേഴ്സ്. അപ്പോൾ ഡയോഡിലൂടെയുള്ള കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താ? നമുക്ക് ഡയോഡിലൂടെയുള്ള കറണ്ടിൻ്റെ ഇക്വേഷൻ അറിയാം. ജനറൽ ഇക്വേഷൻ ഫോർ ഡയോഡ് കറണ്ട് അറിയാം. This general equation for diode current is ID is equal to I0 e raised to V by eta Vt minus 1. This is the general equation. Okay. ID എന്ന് പറയുന്നത് ആ എമിറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. I0 is the reverse saturation current. V is the voltage across the diode. Here V is the 0.7 voltage across the diode will be 0.7 voltage. Here at a room temperature eta, if eta is not given, you can take it as 1. Ideality factor is not given. Then Vt, thermal voltage at room temperature, is approximately, we know that it is 26 millivolt. So put your value ID. Then here ID is emitter current. I0 is already given, 10 raised to minus 13 ampere. E raised to 0.7. Eta Vt is 26 millivolt. 26 into 10 raised to minus 3. So from that you will get the answer. This answer, it's 49 milliamp. 49 is emitter current is 49. Clear ആയോ? അപ്പോൾ ഒരു ജംഗ്ഷൻ ഷോർട്ട് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഡയോഡ് ക്യാൻ ബി സിംപ്ലി ആക്ട് ആസ് എ ദിസ് ട്രാൻസിസ്റ്റർ ക്യാൻ ബി സിംപ്ലി ആക്ട് ആസ് എ ഡയോഡ്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഐഡിയ ക്ലിയർ ആയോ? ആ ഐഡിയ നിൽക്കുന്ന ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോബ്ലം ചെയ്യിച്ചത്. പ്രോബ്ലം പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു പ്രോബ്ലം കൂടിയാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇന്ന് നമ്മൾ ഏറ്റവും ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് 2 ദിവസം കൊണ്ട് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മാക്സിമം നിങ്ങൾക്ക് കുറേ പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് ഒരു ബുക്ക്ലെറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് പ്രോബ്ലംസ് അവിടെ ചെയ്യിച്ചിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, സോ ദ ബേസിക് ഇലക്ട്രിക്കൽ കോമ്പണൻസ്, ബേസിക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കോമ്പണൻസിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഏറ്റവും ബേസിക് ഓക്കെ, നമുക്ക് 3 കോമ്പണൻസ് ആണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. റെസിസ്റ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്. ഈ പാസീവ് കോമ്പണൻസ് വെച്ചിട്ടാണ് നമ്മളുടെ സർക്യൂട്ട്സുകളെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. സോ ദീസ് ആർ ദ പാസീവ് കോമ്പണൻസ്. ദീസ് ആർ നോട്ട് കോമ്പണൻസ്. The passive components, these are
ആക്റ്റീവ് അല്ലാത്ത കോമ്പണൻസ് ആണ് റെസിസ്റ്റേഴ്സ്. സെക്കൻഡ് ഇൻഡക്ടേഴ്സ് ആൻഡ് തേർഡ് കപ്പാസിറ്റർ. ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ ഏറ്റവും നമ്മൾ സ്കൂൾ ലെവലിൽ പറയുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ട് ചില കാര്യങ്ങൾ പോകും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ, അപ്പം നിങ്ങൾ ബേസിക്സ് തൊട്ടേ നിങ്ങൾ വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കണം. സോ ഇൻ റെസിസ്റ്റർ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. റെസിസ്റ്റർ നമുക്കറിയാം, അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. സോ കറണ്ടിനെ റെസിസ്റ്റൻസ് ചെയ്യുന്ന, കറണ്ടിനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന എല്ലാത്തിനും നമ്മൾ റെസിസ്റ്റൻസ് ആണ്, പ്യൂർ റെസിസ്റ്റൻസിനെ നമ്മൾ അത് മെഷർ ചെയ്യുന്നത് ഓമിലാണ്. ഇറ്റ്സ് മെഷേർഡ് ഇൻ ഓം. ആൻഡ് കൺസിഡർ if V is the voltage applied across the resistor and I is the current, we know the Ohm's law. According to Ohm's law, R is equal to V by I. Okay, resistance കുറവാണെങ്കിൽ കറണ്ട് വളരെ കൂടുതലായിരിക്കും. Then voltage across the resistor is equal to I into R. And also sometimes they will ask power dissipated in a dissipated P is equal to V into I. In other terms, we can be V is equal to I into R. So we can be also represented as I square R and also represented as V square by R. These are the power relations. Okay. So, and also when resistors are in series and parallel, how we can be effectively calculate? Resistors are in series in parallel. In series, you know that, so this is R1, R2, RL. The effective resistance R effective is equal to R1, simply R2 plus RL in series. When in parallel, R1, R2, RL, R effective is 1 by R effective is equal to 1 by R1 plus 1 by R2 plus 1 by RL. This is the effective resistance. Okay, when in parallel. Okay, this is about the resistor circuit. Resistor വെച്ചിട്ട് നമ്മൾ സർക്യൂട്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളിത് ഈവൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, so this is about in series and parallel. Series and parallel. Okay, then we can go for capacitor circuit. Capacitors. Okay, we know that this is the symbolic representation of capacitor. Capacitor energy store ചെയ്യാനുള്ള ഡിവൈസ് ആണെന്ന് നമുക്കറിയാം. Consider V is the voltage across the capacitor and I is the current flowing through the capacitor. Then it is the voltage across the capacitor. This equation
voltage across C is equal to, consider voltage across C is V is equal to 1 by C integral I dt. This voltage across the capacitor. If we know the capacitance value and current value, this is the equation for voltage across the capacitor. And the current through the capacitor, current through C, that is I is equal to, so you just differentiate this value, you will get C dV by dt. If we differentiate this equation, you will get. And the energy stored in the capacitor, energy stored E is equal to CV, half CV square. Okay, this is the energy stored in the capacitor. Okay, and also one more thing, നമ്മളൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. സോ ഇനി കപ്പാസിറ്ററും ഇതുപോലെ തന്നെ സീരീസ് ആൻഡ് പാരലലുണ്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണെന്നാണ് നമ്മളടുത്ത് നോക്കുന്നത്. സോ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. ഇൻ സീരീസ് opposite to the resistor, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കൺസിഡർ ദിസ് ഈസ് C1, C2, Cn. So in series, C equivalents equal to 1 by C equivalents equal to 1 by C1, 1 by C2 plus 1 by Cn. In series. In parallel, C1, C2, Cn is equal to C equivalents equal to C1, C2, C. ഓക്കെ, നിങ്ങളത് മാറിപ്പോകരുത് അങ്ങോട്ടും. റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സിൻ്റെയൊക്കെ വാല്യൂസ് നോക്കുമ്പോൾ മാറിപ്പോകരുത്. ഓക്കെ, സോ ഇനി കപ്പാസിറ്ററിന് ഒരു റെസിസ്റ്റൻസ്, ഒരു റെസിസ്റ്റൻസ് എന്നല്ല പറയുന്നത്, അപ്പോസിഷൻ ടു ദ കറണ്ട്. നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിയാക്റ്റൻസ് എന്നാണ് അത് പറയുന്നത്. ഒപ്പോസിഷൻ ടു ദ കറണ്ട് ഉണ്ട്. നമ്മൾ ഒപ്പോസിഷൻ ടു ദ കറണ്ടിനാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ റെസിസ്റ്റർ നോക്കി കഴിഞ്ഞപ്പോൾ അറിയാം, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ടിന് കൊടുക്കുന്ന ഒപ്പോസിഷനാണ്. നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ടിന് കൊടുക്കുന്ന ഒപ്പോസിഷനാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റർ ഒരു പ്യൂർലി റെസിസ്റ്റീവ് ഡിവൈസ് ആയ കാരണം, അത് റെസിസ്റ്റൻസിന് വേണ്ടി മാത്രം കൊടുക്കുന്നതായ കാരണം അതിന് ഫേസ് ചേഞ്ച് അങ്ങനെയൊന്നുമില്ല, അതിന് വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. നമ്മളൊരു സൈനസോയിഡൽ സിഗ്നൽ, ഒരു AC സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് ഫേസ് ചേഞ്ച് ഒന്നും വരുന്നില്ല. എന്താണോ ഫേസ് അത് തന്നെയായിരിക്കും കിട്ടുന്നത്. അതായത് നമ്മളൊരു വോൾട്ടേജ് എന്ന് പറയുന്നത് കൊടുക്കുന്നതിൻ്റെ സെയിം ഫേസിൽ തന്നെയായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷനും കിട്ടുന്നത്. വോൾട്ടേജും കറണ്ടും തമ്മിൽ ഫേസ് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഇൻ കപ്പാസിറ്റേഴ്സിൽ വരുമ്പോൾ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റൻസിനെയാണ് നമ്മൾ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അത് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇസ് എ ഫ്രിക്ഷൻ, അല്ലെങ്കിൽ എന്താണ്, ഒരു ഇനേർഷ്യ എഗെയിൻസ്റ്റ് ദ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് പറയാൻ പറ്റുക. ഓക്കെ, സോ അതിനെയാണ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. സോ റിയാക്റ്റൻസ് ആക്ച്വലി ഇറ്റ്സ് ഈക്വലൻസ് ടു ദ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ആണെന്ന് പറയാം, പക്ഷേ പ്യൂർലി റെസിസ്റ്റൻസ് അല്ല. നോട്ട് പ്യൂർലി റെസിസ്റ്റൻസ്, പ്യൂർലി റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റില്ല. പ്യൂറായിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഒരു ഇനേർഷ്യ. റിയാക്റ്റൻസ് ഈസ് ബേസിക്കലി ഒരു ഇനേർഷ്യ എഗെയിൻസ്റ്റ് ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ. അത് അപ്പം അത് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ.
but there will be a phase change. ഒരു phase change ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി കപ്പാസിറ്ററിനെയാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പം കപ്പാസിറ്റർ ആണെങ്കിൽ കപ്പാസിറ്ററിലൂടെ പോകുന്ന ഇതിന് റെസിസ്റ്റൻസ് ആണെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്നാണ് പറയുന്നത്. റിയാക്റ്റൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കപ്പാസിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക, അതിന് ഇക്വേഷൻ ഉണ്ട്, സി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന് നമ്മൾ ആർ എന്ന് പറയുന്ന പോലെ തന്നെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന് എക്സ് സി ആണെന്ന് പറയുന്നതെന്ന് വിചാരിക്കുക. എക്സ് സി ഇസ് ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ആൻഡ് നമ്മളൊരു സൈനസോയ്ഡൽ സിഗ്നലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ സൈനസോയ്ഡൽ സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/ωc ആണ്. 1/ωc എന്ന് പറയുന്നത് ഒമേഗ ഈസ് ദ ആംഗുലർ ഫ്രീക്വൻസി. കൺസിഡർ വി ആർ അപ്ലൈങ് എ സൈനസോയ്ഡൽ സിഗ്നൽ. ഒരു സൈനസോയ്ഡൽ സിഗ്നലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ ഒരു സൈനസോയ്ഡൽ സിഗ്നൽ ദാറ്റ് ഈസ് VM sin omega t എന്ന് പറയുന്നത് സൈനസോയ്ഡൽ സിഗ്നലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ ദർ വിൽ ബി എ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ്. So that Xc is equal to capacitive reactance is equal to 1/ωc, where omega is the angular frequency 2πf, and that this is the omega. Okay, so Xc എന്ന് പറയുന്നത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, Xcയുടെ വാല്യൂ വിൽ ഇൻക്രീസ് വെൻ ഒമേഗ ഡിക്രീസ്. അതായത് Xc കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൂടും, Xc വിൽ ഇൻക്രീസ് when omega is decrease. Xc കൂടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അതിലൂടെയുള്ള കറണ്ട് കുറയുന്നതാണ്. ഓക്കെ, അപ്പം ഒമേഗ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, Xc കൂടും, Xc കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കുറയും. അപ്പം കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ AC ആണെങ്കിൽ അത് വലിയ കപ്പിൾ ചെയ്യുന്നതാണ്, അതിലൂടെ ലാർജ് കറണ്ട് ഫ്ലോ ചെയ്യിച്ച ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഹൈ AC, if omega value is very high, high ആണെങ്കിൽ act as a closed switch ആയിട്ട് ആക്ട് ചെയ്യും. ഒരു കണ്ടക്റ്റിംഗ് ലൈനായിട്ട് തന്നെ ആക്ട് ചെയ്യും, കാരണം ലാർജ് കറണ്ട് I will be very large. അപ്പം ഹൈ ഫ്രീക്വൻസിയിൽ ഇതിലൊരു കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ട് വളരെ കൂടുതലായിരിക്കും. കറണ്ട് വിൽ ബി വെരി ലാർജ് ബിക്കോസ് ഇറ്റ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഫിൽട്ടർ സർക്യൂട്ടുകളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ RC ഫിൽട്ടർ സർക്യൂട്ടുകളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി നോക്കിയതാണ്. സോ ദാറ്റ് വാല്യൂ ഈസ് Xc. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു DC ആണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇറ്റ് ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച് ബിക്കോസ് the frequency will be 0. When the frequency will be 0, Xc is infinite. Xc infinite ആണെങ്കിൽ ഇത് ഓപ്പൺ സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി there will be a voltage കറണ്ട് റിലേഷൻ. വോൾട്ടേജ് കറണ്ടിൻ്റെ റിലേഷൻ ഞാൻ പറഞ്ഞു. പ്യുവർലി ഇത് റെസിസ്റ്റീവ് സർക്യൂട്ട് അല്ലാത്ത കാരണം ഇതിന് വോൾട്ടേജ് ആൻഡ് കറണ്ടിന് ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ പ്യൂർലി റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം പ്യൂർലി ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ടാണെന്ന് വിചാരിക്കുക. പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് നമ്മളൊരു വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് ഇങ്ങനെയാണെങ്കിൽ ദിസ് വോൾട്ടേജ് and consider this is the current. This is the current ഏതായിരിക്കും, സെയിം ഫേസ് ആയിരിക്കും, സെയിം ഫേസ്. വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ സെയിം ഫേസ്. ദർ ഈസ് നോ ഫേസ് ഷിഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ടാണ്. ഓക്കെ, ഇനി കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിലോ, in capacitive circuit there will be a phase shift between current and voltage. Current voltage തമ്മിൽ പ്യൂർലി capacitive circuit ആണ്. there will be a phase change. കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ നമ്മൾ സാധാരണ പറയുക, ഈ കാര്യം നിങ്ങൾ
എപ്പോഴും ഓർത്ത് വെച്ചോളാം, ഐസ് എന്നാണ് പറയുക, ഐസ്. ഓക്കെ, ഇൻ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ ഐസ് എന്നാണ് പറയുന്നത്. സി റെപ്രസെൻറ്റ് ദ കപ്പാസിറ്റർ, കപ്പാസിറ്ററിനെ പറയുന്ന സി എന്നാണ്. ഇൻ കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സി റെപ്രസെൻറ്റ് കപ്പാസിറ്റർ. ഐ എന്ന് പറയുന്നത് കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമുക്കറിയാം. ഇ എന്ന് പറയുന്നത് വോൾട്ടേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേറൊരു ഫോമാണ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഐസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇൻ കപ്പാസിറ്റർ കറണ്ട് ലീഡ് ആൻഡ് വോൾട്ടേജ് ലാഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ലീഡ് ആദ്യം കൊടുത്തിരിക്കുന്ന ഐ ആണ്. ഓക്കെ, സോ ഇൻ കപ്പാസിറ്റീവ് സർക്യൂട്ട് കറണ്ട് ഐ lead voltage E. Current lead voltage by 90 degree. Purely capacitive circuit ആണെങ്കിൽ 90 degree lead ചെയ്യുമെന്നാണ് പറയുന്നത്. പ്യൂർലി കപ്പാസിറ്റീവ് അല്ലെങ്കിൽ അത് ഡിപ്പെൻസ് ആണ്. അത് ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും ഉള്ള സർക്യൂട്ട് ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് അതിൻ്റെ ഫേസിന് ഡിഫറൻസ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ദിസ് ഈസ് ദ വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത് കപ്പാസിറ്ററിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് ആണ്. കറണ്ട് ലീഡ് ബൈ 90 ഡിഗ്രി, കറണ്ട് ലീഡ് ബൈ 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ദിസ് ഈസ് pi, this is 2 pi, this is pi by 2. Purely capacitive ആണ്. It lead by 90 degree. Lead by 90 degree എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ you will get a circuit like this. So this is the current lead by 90 degree. This is voltage. അപ്പോൾ നമുക്ക് നമ്മൾ ഇതിൻ്റെ ഫേസർ ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും ഒരു റിലേഷൻസ് വരച്ച് കഴിയുമ്പം നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പം കൺസിഡർ ദിസ് ഈസ് ദ കറണ്ട് ഡയറക്ഷൻ ഇതാണെന്ന് വിചാരിക്കുക. സോ വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, 90 ഡിഗ്രി കറണ്ട് ലീഡ് ചെയ്യും. 90 ഡിഗ്രി കുറവായിരിക്കും വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 90 ഡിഗ്രി കറണ്ട് ലീഡ് ചെയ്തിരിക്കുകയാണ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. ഇതിനി ഒരു RC സർക്യൂട്ട് ആണെങ്കിലോ, ഇപ്പോൾ ഇഫ് വി ഹാവ് ആൻ RC സർക്യൂട്ട്, R ആൻഡ് C സർക്യൂട്ട്, and I am applying voltage, the sinusoidal voltage, and the same current തന്നെയാണ് രണ്ടിലൂടെയും പോകുന്നത്. So this is VR, voltage across VR, and this is voltage across C. What is the voltage across C and voltage across R? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ കറണ്ട് ഇതിനകത്ത് പോകുന്നത് രണ്ടും സെയിം കറണ്ട് തന്നെയാണ്. കറണ്ടിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടിലൂടെയും പോകുന്ന കറണ്ട് സീരീസ് ആയ കാരണം രണ്ടിലൂടെയും പോകുന്ന കറണ്ട് സെയിം ആണ്. പക്ഷെ വോൾട്ടേജ് രണ്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എങ്ങനെയായിരിക്കും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് അതിൻ്റെ ഫേസ് ചേഞ്ച് എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ദിസ് ഈസ് ഫോർ പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ടാണ്. ഇപ്പോൾ ഒരു RC സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇൻ കേസ് ഓഫ് RC സർക്യൂട്ട്, this is an RC circuit. RC സർക്യൂട്ടിൽ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you can draw like this. This is the current direction. ഞാൻ ഫുള്ള് വരയ്ക്കുന്നില്ല. This is current direction സെയിം ആയിട്ടാണ് ഇരിക്കുന്നത്. And voltage across the resistance should be same direction. Voltage across the അതിൻ്റെ ഡയറക്ഷൻ വ്യത്യാസമുള്ള. Voltage across the capacitor is like this. കാരണം 90 ഡിഗ്രി ലാഗിങ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് ഫേസർ ഡയഗ്രാം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതിൻ്റെ കാരണം ഇതിൻ്റെ സെയിം ഡയറക്ഷൻ ആവാൻ കാരണം എന്താണ്, ഇതിന് ഫേസ് ചേഞ്ച് ഒന്നുമില്ല. ആറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ പ്യൂർലി റെസിസ്റ്റൻസ് ആകുമ്പോൾ ഒരു ഫേസ് ചേഞ്ചും ഇല്ല. പ്യൂർലി കപ്പാസിറ്റൻസ് ആകുമ്പോൾ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റിയാക്റ്റൻസ് ഈ സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? എഫക്റ്റീവ് റെസിസ്റ്ററും കപ്പാസിറ്ററോടെ കൂടുന്ന നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഈക്വൽ ടു ദി
റെസിസ്റ്റൻസ് ആണെങ്കിൽ, ഇപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന് നമ്മൾ എക്സ് എന്നാണ് പറയുന്നത്. എക്സ് ഈസ് ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആൻഡ് ആർ ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ റെസിസ്റ്റർ. ആർ ആണെങ്കിൽ ഇതിൻ്റെ നെറ്റ് എഫക്റ്റ്, നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും, നെറ്റ് റിയാക്റ്റൻസ്. ദിസ് ഈസ് ദ നെറ്റ് റിയാക്റ്റൻസ് offered by the circuit. നെറ്റ് റിയാക്റ്റൻസിൻ്റെ ഡയറക്ഷൻ, അതായത് 45 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും നെറ്റ് റിയാക്റ്റൻസ് offered by the circuit. ഇഫ് ദി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൂടുതലാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നു. ഇപ്പോൾ ആർ നെഗ്ലിജിബിളി സ്മോൾ ആണ്, എക്സ് എന്ന് പറയുന്നത് വളരെ വലുതാണ്, ആറിനേക്കാളും വളരെ വലുതാണ്. ഇതിൻ്റെ നെറ്റ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി, ഓൾമോസ്റ്റ് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് നമുക്ക് വരിക. ഇഫ് ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എക്സ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഗോയിങ് ടു ദിസ് ഡയറക്ഷൻ. പ്യൂർലി ഒരു റെസിസ്റ്റൻസ് സർക്യൂട്ട് ആയിട്ടായിരിക്കും നമുക്ക് ഏകദേശം ആക്ട് ചെയ്യാനായിട്ട് പറ്റുക ഇതിനകത്ത്. ഓക്കെ, ജസ്റ്റ് ഫേസർ ഡയഗ്രാം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിലൂടെയുള്ള വോൾട്ടേജ്, ഇതിൻ്റെ സത്യത്തിൽ ഇതിലൂടെയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ലാഗ് ചെയ്യും, ഇതിലൂടെ സെയിം ഇതായിരിക്കും. എൻ എഫക്റ്റ്, അപ്പോൾ ഇതിനകത്തൂടെയുള്ള ആ വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഇഫ് ദീസ് ടു ആർ ഇൻ സെയിം വാല്യൂ, റിയാക്റ്റൻസ് ആർ ഓഫേർഡ് ബൈ ദിസ് റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റർ ആർ ഇൻ സെയിം വാല്യൂ, 45 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. നമ്മൾ സ്കൂൾ ലെവലിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. ഞാനിത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ സംടൈംസ് ചോദിക്കാറുണ്ട്, അത് കാരണം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇൻഡക്ടർ സർക്യൂട്ട്. നമ്മൾ ഇൻഡക്ടർ, ഇപ്പോൾ കപ്പാസിറ്ററും റെസിസ്റ്ററും മാത്രമാണ് പറഞ്ഞോളൂ. ഇൻഡക്ടർ സർക്യൂട്ടും ഒരു റിയാക്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, so we can go for inductor 2. Inductor we can have L. Inductance പറയുന്ന ഇൻഡക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് L വെച്ചിട്ടാണ്. Answer V is the voltage across and I is the current through the inductor. Then we can have this the voltage across the inductor. The voltage across the inductor VL. Answer VL is equal to L into di by dt. So what is the current through the inductor? Answer IL. IL is the current through the inductor. So we can have dt. ഇത് ഈ ഇക്വേഷൻ കാണുമ്പോൾ അറിയാം, ഈ ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം കപ്പാസിറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ? Current through the capacitor is equal to C dB by dt. Current IC is equal to C dB by dt ആണ്. And what is the voltage across the inductor? Voltage across the capacitor, VC is equal to 1 by C integral I dt. അപ്പോൾ ഇത് രണ്ടും തിരിഞ്ഞാണ് വരിക. ഇൻഡക്ടറിൻ്റെ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻസ് തിരിഞ്ഞാണ് വരിക. ആൻഡ് എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യാനുള്ള മറ്റൊരു ഡിവൈസാണ് എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ. നമ്മൾ കപ്പാസിറ്ററിൽ വോൾട്ടേജ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. നമുക്കറിയാം ഇൻഡക്ടറിൽ കറണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് C ഈസ് ഈക്വൽ ടു ഹാഫ് Li സ്ക്വയർ. നമുക്ക് എനർജി സ്റ്റോർഡിന് കപ്പാസിറ്റർ എന്തായിരുന്നു? ഹാഫ് CV സ്ക്വയർ ആയിരുന്നു. ഇവിടെ കറണ്ടിൻ്റെ ഫോമിലാണ്, മറ്റ് കപ്പാസിറ്ററിൽ വോൾട്ടേജിൻ്റെ ഫോമിലാണ് നമുക്കിത് ചെയ്യുന്നത്, കറണ്ട് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വെൻ ടു ഇൻഡക്ടേഴ്സ് ആർ ഇൻ സീരീസ് ആൻഡ് പാരലൽ, ഇൻ സീരീസിലും പാരലലും എങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻസ് വരുന്നു എന്നാണ്. ഇതിൻ്റെ സീരീസിലും പാരലലിലും നോട്ട് ലൈക്ക് റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ, ഇതിനകത്തൊരു ഡിഫറൻസ് കൂടെ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. കാരണം രണ്ട് ഇൻഡക്ടർ അടുത്തടുത്ത് വയ്ക്കുമ്പോൾ അതിനകത്ത് വേറൊരു പാർട്ടോടെ വരുന്നുണ്ട്. അതിന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്നാണ് പറയുന്നത്. ആ മ്യൂച്വൽ ഇൻഡക്റ്റൻസോടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, കൺസിഡർ ഇൻഡക്ടേഴ്സ് ആർ ഇൻ സീരീസ്. രണ്ട് ഇൻഡക്ടേഴ്സ് സീരീസിൽ വെച്ചിരിക്കുകയാണ്. ഒരു ഇൻഡക്ടർ L1 ആണ്, ഒരു ഇൻഡക്ടർ L2 ആണ് എന്ന് വിചാരിക്കുക. L1 ഹെൻറി, L2 ഹെൻറി ആണെന്ന് വിചാരിക്കുക. വെൻ ഇറ്റ് ഈസ് ഇൻ സീരീസ് വി ഹാവ് എ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. Here we can have a mutual inductance because
ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ക്രോസ് ചെയ്യുമ്പോൾ അതിനൊരു എഫക്റ്റ് ഉണ്ടാവും. ആ എഫക്റ്റോടെ ഉണ്ടാക്കുന്നത് അതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. സോ വി ഹാവ് എ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സോ വെൻ ടു ഇൻഡക്ടേഴ്സ് ആർ ഇൻ സീരീസ്, ദ എൽ ഈക്വലൻസ് എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് L1 പ്ലസ് L2 പ്ലസ് ഓർ മൈനസ് 2M എന്നാണ്. ഓക്കെ, ഈ പ്ലസ് ഓർ മൈനസ് 2M എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. ദിസ് വാല്യൂ ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി കറണ്ട് ഡയറക്ഷൻ. കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് അത് മാറും. എങ്ങനെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് മാറുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമുക്ക് ഈ ഇൻഡക്ടർ സർക്യൂട്ടൊക്കെ നമ്മൾ കാണുമ്പോൾ കാണാനായിട്ട് സാധിക്കും. രണ്ട് ഡോട്ട്സ് ഇട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറണ്ടിൻ്റെ എൻട്രി ഡയറക്ഷനാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് കറണ്ട് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ L ഈക്വലൻസ് ഈക്വൽ ടു L1 പ്ലസ് L2 പ്ലസ് 2M എന്നാണ് വരിക. ഈക്വലൻസ് കറണ്ടിൻ്റെ ഡയറക്ഷൻ രണ്ട് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഡയറക്ഷൻ. ഇനി ഇവിടെ രണ്ടുമാണ് ഡോട്ടെങ്കിൽ ഇങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ, അപ്പോഴും പ്ലസ് 2M എന്ന് തന്നെയാണ് വരിക. ഓക്കെ, ഇനി ഇങ്ങനെ ഡിഫറൻസ് ഡയറക്ഷനിൽ വരിക. ഡിഫറെൻറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം L1 L2 എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഒരു ഫിഗർ വരയ്ക്കാം. ഇവിടെ ഇത് ഈ ഡയറക്ഷനിലാണ് കറണ്ടിൻ്റെ ഫ്ലോ, ഇവിടെ ഈ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ നമുക്ക് വരുന്നത് ഈക്വലൻസ് വരുന്നത് L1 പ്ലസ് L2 മൈനസ് 2M. ഓക്കെ, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതിനകത്തൊരു പാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡക്ടർ സർക്യൂട്ട് തരുമ്പോൾ അതിനകത്തൊരു കറണ്ടിൻ്റെ ഡയറക്ഷനോടെ നിങ്ങൾക്ക് അത് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇനി രണ്ടും ഇവിടെയാണ്, ഇത് ഈ എൻഡിലാണ്, ഇങ്ങോട്ടേക്കുമാണ്. അപ്പോൾ അതും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന L1 പ്ലസ് L2 മൈനസ് 2M എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം വെറുതെ ഇൻഡക്റ്റൻസ് മാത്രം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്താൽ പോരാ. ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ, സംടൈംസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് തരാതിരിക്കുക. ഇപ്പോൾ ഈ ഇൻഡക്ടർ വളരെ അകത്തിയാണ് വെച്ചിരിക്കുന്നത് എങ്കിൽ അതിനകത്തൊരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമ്മൾ കാണേണ്ടതായിട്ടില്ല. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് അതിൻ്റെ എഫക്റ്റീവ് എന്ന് പറയുന്നത് L1 പ്ലസ് L2 ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ അടുത്താണ് വെച്ചിരിക്കുന്നത് ദർ ഷുഡ് ബി എ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സോ ആ വാല്യൂസോടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി പറഞ്ഞോളൂ. അതെന്ന് പറയുന്നത് നമ്മൾ ഇത് പ്യൂർലി ഇൻഡക്റ്റൻസ് സർക്യൂട്ട് ആണെങ്കിൽ നമ്മളൊരു റെസിസ്റ്ററും അതുപോലെ ഒരു കപ്പാസിറ്റർ അതുപോലത്തെ സർക്യൂട്ടോടെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്ന ഈ സർക്യൂട്ടാണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് കപ്പാസിറ്ററും അതുപോലെ തന്നെ റെസിസ്റ്ററൊക്കെ വെച്ചിട്ടുള്ള സർക്യൂട്ടുകളാണ് ഒരു ബ്രാഞ്ച് എന്ന് വിചാരിക്കുക. അങ്ങനെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അതിന് ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ആ ഫേസ് ഡിഫറൻസ് ആണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇപ്പം നമ്മൾ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു ഓപ്പോസിറ്റ് എന്നാണ് നമ്മൾ കാണിക്കുക. മനസ്സിലായോ? ആ ഫേസ് ചേഞ്ചിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്, നെഗറ്റീവ് ഡയറക്ഷൻ എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആയോ? അല്ല, നമ്മൾ ഇപ്പം ഞാൻ ഈ ഫേസർ ഡയഗ്രാം വരച്ച് കഴിഞ്ഞപ്പം നെറ്റ് എഫക്റ്റ്, കപ്പാസിറ്ററിൻ്റെ നെറ്റ് എഫക്റ്റ് ഈ ഡയറക്ഷനിലാണ്, കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണെന്ന് പറഞ്ഞു. ഇതിനകത്തൊരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ സൈൻ ഒമേഗ ടി മൈനസ് 90 ഡിഗ്രി എന്നാണ് നമ്മൾ ഇത് വരയ്ക്കുക. ഇനി നമ്മൾ ഇൻഡക്ടർ ഒരു ഇൻഡക്ടർ ആണെങ്കിൽ അത് ഞാൻ ഇനി പറയാൻ പോകുന്നേ ഉള്ളൂ. ഇൻഡക്ടർ ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒരു പ്ലസ് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് ഉണ്ടാകുന്നത്. അപ്പം ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട്സോടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുക? നമുക്ക് ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വരിക. മനസ്സിലായോ? ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് -180നെയാണ് നമ്മൾ രണ്ട് ഡയറക്ഷനിലാണ് കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. മനസ്സിലായി? ഇപ്പോൾ നമ്മളൊരു സൈനസോയിഡൽ സിഗ്നൽ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്നു, അടുത്തത് ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റാണ് വരയ്ക്കുക. ആ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലാണ് കറണ്ടിൻ്റെ ഫ്ലോ എന്നുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ കാണിക്കുക. ഒരെണ്ണം ഇങ്ങനെ കാണിച്ചു, ഒരെണ്ണം ഇങ്ങോട്ടേക്ക് ഡയറക്ഷൻ കാണിച്ചു. അല്ലേ? ക്ലിയർ ആയോ? ഏതാണ്?
ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിലേക്ക് പോകുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പം ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും സർക്യൂട്ട് വെച്ചിട്ട് നെറ്റ് എഫക്റ്റ് അതിൻ്റെ ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് നമ്മൾ വരച്ചത്. ഇതിൻ്റെ നെറ്റ് റിയാക്റ്റൻസ് ഓഫേഡ് ബൈ ദ സർക്യൂട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ കപ്പാസിറ്ററിനെ അല്ലെങ്കിൽ ഈ ഇൻഡക്ടറിനെ വെച്ചിട്ട് ഇതിനകത്തായിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്. ഈ ഇൻഡക്ടറിനെ വെച്ചിട്ട് ഇതിനകത്തായിട്ടുള്ള പക്ഷേ ഈ സർക്യൂട്ടിൻ്റെ നെറ്റായിട്ട് എഫക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും അതിനൊരു ഫ്ലോ ഉണ്ടാവുള്ളൂ. കറക്റ്റായോ? ഇതിനെ വെച്ച് നോക്കുമ്പോൾ അതിനൊരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? അത് നമ്മൾ അത് ഡോട്ട് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് മാത്രമേ ഡോട്ട് എന്ന് പറയുന്നത്. ഡോട്ട് മെത്തേഡ് നമ്മൾ അത് ഏത് ഡയറക്ഷനിലേക്കാണ് കറണ്ടിന്റെ ഫ്ലോ. ഇപ്പം നമ്മളൊരു കറണ്ട് സോഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് സോഴ്സിനെ സംടൈംസ് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അതിപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ആരോ മാർക്ക് കൊടുക്കുന്നത്. അതുപോലെ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ഇൻഡക്ടറിന്റെ. ഏത് ഡയറക്ഷനിലേക്കാണ് കറണ്ടിന്റെ ഫ്ലോ ആ സർക്യൂട്ടിൽ ഈ ഇൻഡക്ടറിലൂടെ ഏത് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് മാത്രമാണ്. ഇനി ഇതുപോലെ തന്നെ ഇൻഡക്ടേഴ്സ് നമ്മൾ സീരീസ് കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി പാരലൽ ആണെന്ന് വിചാരിക്കുക. ഇൻ പാരലൽ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് വാല്യൂ. പാരലാവുമ്പോൾ ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇതിനകത്ത് ഉണ്ടാവാം. ഇതിപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. സോ എൽ ഈക്വലൻസ്, ഇതിൻ്റെ ഈക്വലൻ എന്ന് പറയുന്നത് L1 L2 മൈനസ് m² ഡിവൈഡഡ് ബൈ L1 L2 പ്ലസ് ഓർ മൈനസ് 2m. പ്ലസ് ഓർ മൈനസ് 2m എന്ന് പറയുന്ന ഇക്വേഷനാണുള്ളത്. ഈ പ്ലസ് ഓർ മൈനസ് 2m എന്ന് പറയുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എല്ലാം രണ്ട് സെയിം ഡയറക്ഷനിലാണ്. രണ്ട് സെയിം ഡയറക്ഷനാണെങ്കിൽ നമുക്ക് കിട്ടുക പ്ലസ് വാല്യൂ ആണ്. സോ അറ്റ് ദാറ്റ് ടൈം ഫോർ ദിസ് സർക്യൂട്ട് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എഫക്റ്റീവ് ഇൻഡക്റ്റൻസ് ഈസ് ഈക്വൽ ടു L1 L2 minus m² divided by L1 plus L2 plus 2. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ ഡിഫറെൻ്റ് ആണെന്ന് വിചാരിക്കുക. ഡിഫറെൻ്റ് പല രീതിയിൽ നമുക്ക് വരയ്ക്കാം, സെയിം പല രീതിയിൽ വരയ്ക്കാം. മൈറ്റ് ബി ഇവിടെ രണ്ട് ഡോട്ടാണെങ്കിൽ സെയിം ഡയറക്ഷനിൽ തന്നെയാണ്. കൺസിഡർ ഇവിടെ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. So the L equivalence equal to L1 L2 minus m² divided by L1 plus L2 minus 2. Okay. സോ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും എന്താണ് ഈ പറഞ്ഞതെന്നുള്ളത്. ഇതുപോലെ തന്നെ ഇൻഡക്ടറിൽ നമ്മൾ കപ്പാസിറ്റർ പോലെ തന്നെ നമ്മൾ ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ പറയുമ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ എളുപ്പത്തിനകത്ത് എലി എന്നാണ് പറയുന്നത്. എന്താണ് എലി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡക്ടറിൽ വോൾട്ടേജ് ആൻഡ് കറന്റ് in inductor.
ആദ്യത്തേന് ഐസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻഡക്ടറിൽ എപ്പോഴും നമുക്ക് മാറിപ്പോകുന്നതാണ്. ഇൻഡക്ടറിൽ വോൾട്ടേജ് ലീഡ് ആൻഡ് കറണ്ട് ലാഗ് എന്നാണ് പറയുന്നത്. വോൾട്ടേജ് ലീഡ് ആൻഡ് കറണ്ട് ലാഗ്. അപ്പോൾ ഒരു ഇൻഡക്ടർ സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ ഒരു കറണ്ട് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഇനി ഇൻഡക്ടർ സർക്യൂട്ടിൽ ഇപ്പോൾ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഐ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. സോ ദ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ വി എൽ എന്ന് പറയുന്നത് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും. ഇൻഡക്ടറിൽ കറണ്ട് ലാഗ് ചെയ്യുകയാണ്, വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുന്നത് 90 ഡിഗ്രി. അപ്പോൾ ഒരു ഇൻഡക്ടർ പ്ലസ് ഒരു റെസിസ്റ്റർ ഉണ്ടെങ്കിൽ, റെസിസ്റ്റർ ആണെങ്കിൽ, ഇപ്പം റെസിസ്റ്റർ സർക്യൂട്ട് ആണെങ്കിൽ ഇതിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും നമുക്ക് നെറ്റ് എഫക്റ്റ് കിട്ടുന്നത്. RL സർക്യൂട്ട്, RL ടൈപ്പ് നെറ്റ്വർക്കുകൾ നമുക്ക് ഉണ്ടാവും. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിനെക്കുറിച്ച് ഇതാവും, കുറച്ചുകൂടെ ക്ലിയർ ആവും. കാരണം ഈ റെസിസ്റ്ററിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ രണ്ടും സീരീസ് ആയ കാരണം സെയിം ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. ബട്ട് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ 90 ഡിഗ്രി ലീഡ് ചെയ്യും കറണ്ടിനേക്കാളും. റെസിസ്റ്ററിലൂടെ കറണ്ട് സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും പോകുന്നത്. സോ ദ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് റിയാക്റ്റൻസ് ഓഫേർഡ് ബൈ ദിസ് ഇൻഡക്ടറിനെ XL എന്ന് വിളിക്കാം. ദിസ് ഈസ് ദ റിയാക്റ്റൻസ് ഓഫേർഡ് ഈസ് ഒമേഗ എൽ. ഒമേഗ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when XL will increase, when omega input frequency is increase. അപ്പോൾ ഇൻപുട്ട് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ XL ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഒരു വളരെ വലിയൊരു ഫ്രീക്വൻസി ആണെങ്കിൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. ഇറ്റ്സ് ഓപ്പോസിറ്റ് ടു കപ്പാസിറ്റർ. കപ്പാസിറ്ററിൽ എങ്ങനെയായിരുന്നു, ഫ്രീക്വൻസി കൂടുന്തോറും XC എന്ന് പറയുന്നത് കുറയുമായിരുന്നു. ഇവിടെ ഫ്രീക്വൻസി കൂടുന്തോറും XC ഇതാണ്. അപ്പോൾ ഒരു വളരെ വലിയ ഫ്രീക്വൻസി ആണെങ്കിൽ ദിസ് ഇൻഡക്ടർ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ട്. ഇനി DC ആണ്, ഫ്രീക്വൻസി ഒന്നും ഇല്ലാത്തതാണെങ്കിലോ, this will be act as a closed circuit because omega is 0. Whenever omega is 0, XL is also 0. XL 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it will be act as a closed circuit. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇൻഡക്ടറിൽ DC ആണെങ്കിൽ അത് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഇനി കപ്പാസിറ്ററിൽ DC ആണോ, ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. അങ്ങനെയാണ് അതിൻ്റെ ഫിൽറ്ററിങ് നടക്കുന്നത്. ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ, ഇതിനകത്ത് ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച് ബിക്കോസ് ഒമേഗ ഇൻക്രീസസ്, XL വിൽ ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ നമ്മൾ ഒരു RL നെറ്റ്വർക്ക് വെച്ചിട്ടും RC നെറ്റ്വർക്ക് വെച്ചിട്ടും നമ്മൾ ഫിൽറ്റർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എവിടെ നിന്നാണോ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത് എന്നൊക്കെ വെച്ചിട്ടാണ് അത് ലോ പാസ് ഫിൽറ്റർ ആണോ ഹൈ പാസ് ഫിൽറ്റർ ആണോ എന്നൊക്കെ നമ്മളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ RC സർക്യൂട്ട് പറഞ്ഞു, RL സർക്യൂട്ട് പറഞ്ഞു, അതുപോലെ തന്നെ RLC സർക്യൂട്ട്. ഇപ്പോൾ കൺസിഡർ നമുക്കൊരു RLC സർക്യൂട്ട് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് നോക്കാം. അപ്പോൾ ഇൻഡക്ടറിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട എലി എന്ന് പറഞ്ഞ വാക്കാണ്. ഇൻ ഇൻഡക്ടർ വോൾട്ടേജ് ലീഡ് ബൈ കറണ്ട് 90 ഡിഗ്രി. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസോടെ ഉണ്ടെങ്കിൽ അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് മാറും. ഇപ്പം നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്, നെറ്റ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ റെസിസ്റ്റൻസിനോടെ ഉണ്ടെങ്കിൽ നെറ്റ് റിയാക്റ്റൻസ് ഓഫേർഡ് ബൈ ദ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ അതിനകത്ത് if XL is greater than R ആണെങ്കിൽ, വളരെ ഗ്രേറ്റർ ദാൻ R ആണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും നെറ്റ് റിയാക്റ്റൻസിൻ്റെ എഫക്റ്റ് വരുന്നത്, ഫേസർ ഡയഗ്രത്തിൽ എഫക്റ്റ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു RLC നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, if we consider an RLC നെറ്റ്വർക്ക്, റെസിസ്റ്ററും ഉണ്ട്, ഇൻഡക്ടറും ഉണ്ട്, കപ്പാസിറ്ററും ഉണ്ട്, അങ്ങനത്തെ സർക്യൂട്ടാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. സോ വി ക്യാൻ ഹാവ് റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ, RLC, and we are applying the same sequence. Vm sin omega t is applying. So the same current Im sin omega t is flowing through the current difference onnuilla, but voltage across the each component is different. Consider this is VR and this is VL and this is VC. ഓക്കെ, റെസിസ്റ്റർ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. കൺസിഡർ കറണ്ട് ഈസ് ഇൻ X ഡയറക്ഷൻ. ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ.
IM sin omega t. Phasor diagram വരയ്ക്കുകയാണ് IM sin omega t. And same voltage across the resistor is same direction. And voltage across the inductor. നമ്മൾ ഇൻഡക്ടറിൽ മാത്രം എടുക്കുകയാണെങ്കിൽ that is 90 degree phase shift. കറണ്ടിനെ ലീഡ് ചെയ്യും 90 degree ആയിട്ട് ലീഡ് ചെയ്യും VL. And that is voltage across the capacitor is 90 degree lag ചെയ്യും. This is VC. So ഈ XLൻ്റെ നെറ്റ് എഫക്റ്റ് XLൻ്റെ എഫക്റ്റ് XCയുടെ നെറ്റ് എഫക്റ്റ് ഈ ഡയറക്ഷനിലായിരിക്കും. XLൻ്റെ നെറ്റ് എഫക്റ്റ് ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഈ ഇതിനകത്ത് 3 കണ്ടീഷൻ ഇതാണ്. ഇഫ് XL ഈസ് ഗ്രേറ്റർ ദാൻ XC, ഇഫ് XL ഈസ് ഗ്രേറ്റർ ദാൻ XC എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്, നെറ്റ് റിയാക്റ്റൻസിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും. ഇഫ് XL ഈസ് ഗ്രേറ്റർ ദാൻ XC ആണെങ്കിൽ, ഇഫ് XL ഈസ് ഗ്രേറ്റർ ദാൻ XC ആണെങ്കിൽ, ഇഫ് XC ഈസ് ഗ്രേറ്റർ ദാൻ XL ആണെങ്കിൽ ഈ ഡയറക്ഷനിലായിരിക്കും. ഇഫ് XC ഈസ് ഗ്രേറ്റർ ദാൻ XL ആണ് ഈ ഡയറക്ഷനിലായിരിക്കും. ഇഫ് XL ഈസ് ഈക്വൽ ടു XC ആണെങ്കിൽ, ഇഫ് XL ഈസ് ഈക്വൽ ടു XC ആണെങ്കിൽ ദിസ് സർക്യൂട്ട്, ഇതിൻ്റെ രണ്ടിൻ്റെ ആ ഫേസ് ഡിഫറൻസ് നള്ളിഫൈ ചെയ്തിട്ട് നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്ന ഈ ഡയറക്ഷനിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. കറണ്ട് നെറ്റ് അതിലൂടെ പോകുന്ന കറണ്ടിന് അപ്പോൾ ഫേസ് ഷിഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ XL കൂടുതലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ കറണ്ട് എന്ന് പറയുന്നത്, ഇതിലൂടെ പോകുന്ന നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്തെന്ന് പറയാനായിട്ട് സാധിക്കും? IM sin omega t പ്ലസ് ഫൈ ആണ്. ഒരു ഫേസ് ഷിഫ്റ്റ് പ്ലസ് ഫൈയിലാണെന്ന് പറയാൻ പറ്റും. ഇഫ് XL ഈസ് ഇതാണെങ്കിൽ IM sin omega t മൈനസ് ഫൈ ആയിരിക്കും നെറ്റ് കറണ്ട് എന്ന് പറയുന്നത്. അതിനകത്ത് നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്, അതിലൂടെ പോകുന്ന നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് അല്ലെങ്കിൽ ഫേസ് ഷിഫ്റ്റ് ഒന്നും ഇല്ലാത്തപ്പോഴാണ് നമ്മൾ IM sin omega t എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ പ്ലസ് ഓർ മൈനസ് 5 വരുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ XL ഈസ് ഗ്രേറ്റർ ദാൻ XC ആണോ, XL ഈസ് ഗ്രേറ്റർ ലെസ് ദാൻ XC ആണോ, അത് വെച്ചിട്ടാണ്. ഇപ്പോൾ XL XC ആണെങ്കിൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ പ്യുവർലി റെസിസ്റ്റീവ് നെറ്റ്വർക്ക്. ഈ രണ്ടിൻ്റെ എഫക്റ്റ്, ഈ XL ഈസ് ഈക്വൽ ടു XC പ്യുവർലി റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആയിട്ടാണ്, കാരണം എന്താ, XL എഫക്റ്റ് ഈസ് നള്ളിഫൈ ബൈ XC എഫക്റ്റ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. കറണ്ടിൽ ഇത് ലീഡ് ചെയ്യുന്നു, ഇത് ലാഗ് ചെയ്യുന്നു. സോ അത് ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഓപ്പോസിറ്റ്? ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു RLC നെറ്റ്വർക്ക് ഉണ്ട്, ഞാൻ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ് കൊടുക്കുന്നത്. ഇഫ് മൈ ഫ്രീക്വൻസി ഈസ് ഒമേഗ, ആംഗുലർ ഫ്രീക്വൻസി, ഇവിടെ കൊടുക്കുന്ന സപ്ലൈ കൊടുക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗയാണ് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ആൻസർ XL ഈസ് ഈക്വൽ ടു XC കണ്ടീഷനിൽ ആണ് നമുക്ക് പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇഫ് XL ഈസ് ഈക്വൽ ടു XC ആണെങ്കിൽ XL ഈസ് ഈക്വൽ ടു XC, XL ഈസ് ഈക്വൽ ടു ഒമേഗ L ആണ്. ആൻഡ് XC എന്ന് പറയുന്നത് 1/ωc ആണ്. ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി, ഒരു RLC നെറ്റ്വർക്കിൻ്റെ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ L ഈസ് ഈക്വൽ ടു 1/ωc ആണ്. ദാറ്റ് മീൻസ് omega square, that is omega square is 1/LC, and that is omega is equal to 1/√LC. This frequency is known as resonant frequency of the circuit. It's known as resonant frequency. അപ്പോൾ റെസൊണന്റ് ഫ്രീക്വൻസിയിൽ പ്യൂർലി ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ, ഒരു RLC നെറ്റ്വർക്കിൻ്റെ ആ റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒമേഗ ഈസ് ഈക്വൽ ടു 1/√LC ആണ്. അപ്പോൾ റെസൊണന്റ് ഫ്രീക്വൻസി, ഇത് ആംഗുലർ ഫ്രീക്വൻസി ആണ്, ഈസ് ഈക്വൽ ടു 1/2π√LC ആണ്. നമുക്ക് ഇക്വേഷൻ എടുക്കാം. നിങ്ങൾക്ക് മിക്കപ്പോഴും റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ടൊക്കെ RLC നെറ്റ്വർക്കിൻ്റെ റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രോബ്ലംസ് ജാമിൽ അധികം കണ്ടിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങളിത് ഓർത്ത് വെച്ചോളുക. റെസൊണന്റ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/f0 ഈസ് ഈക്വൽ ടു 1/2π√LC. അപ്പം ഈ എല്ലിൻ്റെ വാല്യൂ സിൻ്റെ വാല്യൂ ഒക്കെ അനുസരിച്ച് റെസൊണന്റ് ഫ്രീക്വൻസി ആ സർക്യൂട്ടിൽ മാറിക്കൊണ്ടിരിക്കും. ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് L ആൻഡ് C ആണെങ്കിൽ അതിനകത്ത് റെസൊണന്റ് ഫ്രീക്വൻസിയിൽ അപ്പോൾ റെസിസ്റ്റൻസിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല.
അപ്പോൾ നമ്മൾ ആ RLC നെറ്റ്വർക്കിൽ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസിക്ക് ചേഞ്ച് ചെയ്യില്ല. ഇപ്പോൾ പ്രൊവൈഡർ നമ്മളൊരു ഇൻഡക്റ്റൻസോ കപ്പാസിറ്റൻസോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പം ആ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർക്യൂട്ട് പ്യുവർലി ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്ക്, അതിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും നള്ളിഫൈ ചെയ്തിട്ട് നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് 0 ആയി പോകും. പ്യുവർലി ഒരു റെസിസ്റ്റൻസ് നെറ്റ്വർക്കായിട്ട് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മുടെ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ ഐഡിയ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഞാൻ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ ചെയ്യാം. ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ജനറൽ അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് 1-2 പ്രോബ്ലംസ് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങളൊരു ബ്രേക്ക് എടുത്തോളൂ. ഒരു 5 മിനിറ്റ് ബ്രേക്കിന് ശേഷം ഞാൻ വരാം. ഓക്കെ.